സാർ പ്ലീസ് സാർ, ഞാനിനി നിങ്ങളെ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ലെന്നേ. അങ്ങേര് ചെയ്തല്ലേ ഞാനും ചെയ്തത്. അങ്ങേര് ഒഴിവാക്കി എന്നെ എന്തിനാ കൊണ്ടുവന്ന? നിന്നെ പോലുള്ള സുന്ദരികൾ വിളിച്ച ഈ റബ്ബർ സിംഗ് അങ്ങ് ഓടി വരുന്നത് കരുതിയോ? ഡ്യൂട്ടിയിൽ ഞാൻ പുലിയെ പോലെയാ, പറഞ്ഞു കൊടുക്കണോ? അത് തന്നെ. ഇത് കണ്ടിട്ട് ഏതാണ്ട് പിശാചു കൂടി പോലെ ഉണ്ട് സാർ. ഹേ റബ്ബർ സിംഗ്, നിന്നെ കൊണ്ട് ഒന്നിനും ഗുണമില്ലാത്തത് കൊണ്ടാ നിന്റെ ഭാര്യ നിന്നെ ഡേ ആൻഡ് നൈറ്റ് ഇട്ട് ശരിക്കും അടിക്കുന്നത്. ഈ കാര്യം ഇവക്ക് എങ്ങനെ അറിയാം? എനിക്കറിയില്ല സാർ. ഈ നിൽക്കുന്ന ഞാൻ ആരാണെന്നറിയോ? രാമനാഥപുരം റബ്ബർ സിംഗ്. നീ ഇവിടെയല്ലേടാ സിംഗ്, വീട്ടില് വെറും ഡമ്മിയല്ലേ. റബ്ബർ സിംഗ് എന്ന് വെച്ചാ എങ്ങനെ ഉണ്ടാവണമെന്ന് നിനക്ക് അറിയാവോ? കണ്ടു വരച്ച് പേടിക്കുന്ന രീതിയിൽ ഉണ്ടാവണം. ലഞ്ചം വാങ്ങിച്ചിട്ട് ഒരു തെറ്റും ചെയ്യാത്ത സൂര്യയെ നീ ജയിലിനകത്തിട്ടേക്കുവോ അല്ലേ? അവനെ ജയിലിൽ നിറക്ക്. അവനെയും വിടത്തില്ല, നിന്നെയും വിടത്തില്ല. നിന്റെ വിധിയാ ഇത്. നിനക്ക് നിന്റെ തൊപ്പി തെറിക്കണല്ലേ? ലേഡി കോൺസ്റ്റബിൾ, മൊത്തത്തിൽ പുറത്തേക്ക് ഇട്ടേക്ക്. എനിക്ക് നാണം വരുന്നുണ്ട് സർ. ലോക്കപ്പിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ നീ എന്തിനാ നാണിക്കുന്നത്? ഈ കൊച്ചു വേറെന്താ കരുതി? എടോ, എല്ലാവരും പുറത്തേക്ക് വന്നിട്ട് പോലീസ് ഒരു സൈഡിലും റൗഡികൾ ഒരു സൈഡിലും ആയിട്ട് നിൽക്ക്. ഇറങ്ങി വാടാ, ഇരിക്കടാ, ഇരിക്കേ. പോലീസുകാർ ഈ സൈഡിൽ ഇരിക്കേ. അത് ശരി, എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? കഴിക്കുന്നതിന് മുൻപ് രുചിയെ പറ്റി എന്തിനാ ചോദിക്കുന്നേ? കഴിക്കാനല്ലേ പോകുന്നേ? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ച് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കുക. നിങ്ങൾ എല്ലാവരെയും വിട്ടേക്കാം. 100 നിരപരാധികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാത്ത ഒരാളെയാണ് പവർഫുൾ ആയ ഓഫീസർ എന്ന് സാധാരണ പറയാറുള്ളത്. ഒരു ക്രിമിനൽ പോലും രക്ഷപ്പെടാതെ നോക്കുന്ന നിങ്ങളെ പോലെയുള്ള സാറുമാരെയൊക്കെ ദൈവം എന്നാണ് വിളിക്കേണ്ടത്. ദൈവം എന്ന്. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവനെ അങ്ങ് വിട്ടേക്ക്. താങ്ക്സ് സാർ, താങ്ക്സ്. ഞാൻ പറയാം സാറേ. പറടാ. ഇൻസ്പെക്ടർ സാറേ, സിംഹത്തെ കാട്ടി കണ്ടിട്ടുണ്ട്, പിന്നെ റോഡിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. സാർ, ഇത് സിംഹപടത്തിലെ ഡയലോഗാ സാർ. ഇവനെ തൂക്കി ലോക്കപ്പിലിട്. ഡയലോഗ് കോപ്പി അടിച്ച് പറയുന്നു. നേരത്തെ പറഞ്ഞവൻ എന്താ നിന്റെ ബന്ധുവാ? അവനെ പുറത്തു വിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഏത് സിനിമയിലെയാ? ബാഹുബലി സാർ. വീണ്ടും അവനെ പിടിച്ച് അകത്തിട്. അവനപ്പോഴേ പോയി സാർ. എന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കല്ലേ. പല പഞ്ച് ഡയലോഗും പറയണടാ, പറ. പഞ്ഞുമിഠായി വാങ്ങിക്കാനാണോ പറയുന്നത്? യു ആർ സസ്പെൻഡ്. തമാശ തമാശ. ദേവദാസൻ പ്രേമനായകൻ, രാമദാസൻ ദൈവഭക്തൻ, കാളിദാസൻ കവിത എഴുതും. നമ്മുടെ ഇൻസ്പെക്ടറോ മനുഷ്യ സ്നേഹി, മഹാമനസ്കൻ, മനുഷ്യ സ്നേഹി. നമസ്കാരം സാർ. നീ ഇരിക്ക്. നീ എന്നെ അടിച്ചാലും ഞാൻ നിന്നെ അടിച്ചാലും നഷ്ടം നിനക്കായിരിക്കും. ഇനി എന്നെ സിനിമ ഡയലോഗ് പറഞ്ഞ് പറ്റിക്കാൻ നോക്കട്ടെ. മിണ്ടാതെ അവിടെ ഇരുന്നോണം, പറഞ്ഞേക്കാം. സിനിമ ഡയലോഗ് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുവോ? ഞാൻ പറയട്ടെ സാർ. നീ പറ. കാണാൻ മോഹൻലാലിനെ പോലെ, പൗരുഷമാണെങ്കിൽ മമ്മൂട്ടിയെ പോലെ, സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി, ഇമോഷൻ ആണെങ്കിൽ നെടുമുടി വേണു, വില്ലൻ ആണെങ്കിൽ ബാബു ആന്റണി. അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു സംഭവമാണ് സാർ. ഇവനെ അങ്ങ് പറഞ്ഞു വിട്ടോടൂ. ഞാൻ അല്ലെങ്കിൽ തന്നെ പുറത്തല്ലേ സാർ. എങ്കിൽ ഇവനെ പിടിച്ച് അകത്തിട്ടേക്ക്. നിനക്ക് ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇതിൽ കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. പാട്ട് പാടടാ. ഒന്ന് നിക്കടോ, ഞാൻ തരില്ലേ. ഇന്നാ വെച്ചോ. ഓക്കെ അല്ലേ? സന്തോഷമായല്ലോ. എടാ, ആ ഫോട്ടോ ഇങ്ങോട്ടൊന്നേ. ഇങ്ങോട്ട് തരാൻ. എന്റെ ഭാര്യയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ ആണെന്നോ? നിക്കടാ അവിടെ. ഒന്ന് നിർത്താൻ.
ഗ്യാപ്പിൽ അവിടെ ഒരു റൊമാൻസ്. കാക്കിയോട് പെട്ടുപോയില്ലേ, കാണിച്ചു തന്നേനെ. എല്ലാവരും ഡാൻസ് കളിച്ചാ എനിക്കെന്താ കളിക്കാൻ അറിയില്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്റെ പെർഫോമൻസ്. മാറേ, അങ്ങോട്ട് മാറാൻ. എടോ, എന്തിനാണോ ഇയാൾക്ക് സല്യൂട്ട് അടിക്കുന്നത്? നീ എന്താ വലിയ പുലിയാണെന്നാണോ? ഈ സീൻ മീഡിയക്കാര് കണ്ടിരുന്നെങ്കിൽ ഒരു ദിവസം 100 പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് നാണം കെടുത്തിയാണ്. ഇവിടെ ആരാ? സൂര്യ. ഞാനാണ് സാർ. ഇതിലൊന്നും എനിക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടും എന്നെ വിടുന്നില്ല സാർ. MLA എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ വീട്ടിൽ പോയി. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? ഞാൻ പിടിച്ചോണ്ട് വന്നാ നീ അങ്ങ് വിടുവോ? നിന്റെ പേരിൽ ഞാൻ ആക്ഷൻ എടുക്കും. സാർ, എന്തോന്ന് സാറ്? ഞാൻ പറയുന്ന പോലെ കേക്ക്. അയാളെ പിടിച്ച് അകത്തിട്. സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാർ. ഇവര് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ. സാറേ, സാർ എപ്പോഴാ സാറേ വന്നേ? ഇത്രയും നേരം താനെന്ത് ഉറക്കമായിരുന്നോ? സാറേ, എനിക്കെന്തോ സംഭവിച്ചു സാറേ. പിശാചി കയറി സാറേ. നീ തന്നെ ഡിപ്പാർട്ട്മെന്റിന് ഒരു പിശാച. നിന്നെ അത് പിശാച് പിടിക്കാനാ. യു ആർ സസ്പെൻഡഡ്. സാറേ, താങ്ക്സ് സ്വപ്ന. നീ സ്റ്റേഷനിൽ വന്നതിനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തിറങ്ങില്ലെന്ന് ഉറപ്പായിരുന്നു. ഞാൻ ശരിക്കും വലഞ്ഞു പോയനെ. താങ്ക്സ് ഒക്കെ എന്തിനാ? നീ നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് വെളി വന്നാലല്ലേ എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നത്തിനിടയിൽ ഒരു വലിയ സംഭവമുണ്ട് സ്വപ്ന. ആദ്യം അവളെ രക്ഷിക്കണം. പോകാം, രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. ഓം ഹ്രീം മഹാകാളിയേ നമഃ. ഓ നമോ നമഃ. ദിവസം എങ്ങനെ ചെയ്യുന്ന വെച്ചാ അതുപോലെ അതങ്ങ് ചെയ്തേക്ക്. ശരി, ഇനി പൂജ എത്ര ദിവസം ഉണ്ടാകും? നിന്റെ ബാധ ഒഴിയുന്നത് വരെ ചെയ്യണം. ഇവിടെ എന്താ നടക്കുന്നെന്ന് എനിക്ക് അറിയില്ല. കേട്ടില്ലെന്നേ, എന്താ സംഭവിക്കുന്നെന്ന് അവൾക്ക് അറിയില്ലത്ര. എല്ലാ പണിയും തീരാറായെന്ന് തോന്നുന്നു. ഓം ഹ്രീം മഹാകാളി നമഃ. ഓം ഹ്രീം മഹാകാളി നമഃ. ഓം ഹ്രീം മഹാമായി നമഃ. ഓം നമോ നമഃ. ഓം ഹ്രീം മഹാകാളി നമഃ. മന്ത്രം ചൊല്ലുന്നത് നിർത്തി എന്റെ അടുത്തേക്ക് പോടാ. ഈ കൊച്ചെന്താ എടാ പോടാന്ന് പറയുന്നേ? തലയ്ക്ക് സ്ഥിരമില്ലാതായെന്നാ തോന്നുന്നത്. നിങ്ങൾ എന്തിനാടാ നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ പേടിച്ചു നോക്കുന്നേ? നീ ചെയ്യ്. ഓം ഭദ്രേ നമഃ. ഓം ശ്രീദേവിയെ നമഃ. ഓം മോഹൻലാലേ നമഃ. ഓം ദുർഗേ നമഃ. ഓം ദമന നമഃ. ഓം ഭദ്രേ നമഃ. ഓം ശ്രീവിദ്യ നമഃ. ഓം രാജമൗലി നമഃ. മന്ത്രം പറയുന്നതിന്റെ ഇടയ്ക്ക് സിനിമാ നടന്മാരുടെ പേരുകൾ എന്തിനാടാ നീ നിരക്കി പറയുന്നേ? ഇത്രയും വയസ്സുള്ള ആളെ ബഹുമാനിക്കാതെ നീ അടിക്കുന്നല്ലേ? നോക്കന്നേ, ഇവക്ക് ശരിക്കും വട്ടായെന്നാ അതെ തോന്നുന്നത്. അതെ. ഏയ്, ഈ തലയോട്ട് മുകളിലേക്ക് എഴുന്നേൽപ്പിക്കേ. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് കണ്ണടച്ചിരിക്കാമോ? ഞാൻ കണ്ണടച്ചിരുന്ന ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ ഞാൻ എങ്ങനെ അറിയോടാ? ഞാൻ കണ്ണു തുറന്നാ വെച്ചേക്കുന്നേ. എഴുന്നേൽപ്പിക്കണോ? നീ എന്തിനാടാ ഇങ്ങനെ നോക്കുന്ന വീരരാജു? പറയുന്ന കേക്കണോ? ഞങ്ങള് ഇങ്ങനെ അടിച്ചാ അത് എങ്ങനെ എണീക്കാനാ? അടിക്കത്തില്ല. എഴുന്നേപ്പിക്ക്. എഴുന്നേപ്പിക്കാൻ. നീ കണ്ണടച്ചാലേ അത് എഴുന്നേൽക്കൂ. എന്തുകൊണ്ട് എഴുന്നേക്കില്ല? എഴുന്നേറ്റ് കാണൂ ഇപ്പോ. നോക്ക്. നോക്കുന്നേ, എനിക്കെന്തോ സംശയം നീ തോന്നുന്നു. സത്യത്തിൽ ഞങ്ങളുടെ ഐശ്വര്യ തന്നെയാണോ? ഞാൻ ഐശ്വര്യ തന്നെയാ. വേണമെങ്കിൽ എന്തൊക്കെ കാണിക്കുന്നു കണ്ടില്ലേ? മിണ്ടാതിരി. എന്താടാ, നിനക്കൊക്കെ എന്റെ സ്വത്ത് വേണോല്ലേ? മുഴുവനും വേണ്ടെന്നേ, പകുതി മതിയാവും ഞങ്ങക്ക്. എന്റെ സ്വത്ത് വേണോല്ലേ? പകുതി വേണോല്ലേ? ഇപ്പൊ തരാടി. അയ്യോ മോളെ, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഞങ്ങളെ ജീവനോടെ വിട്ടാ മതി. സൂര്യനെ എന്തിനാടാ പോലീസിന്റെ അടുത്ത് കുടുക്കി വിട്ടത്? അത് തെറ്റല്ലേ? ഒരു തെറ്റുമില്ല മോളെ. തെറ്റാ തെറ്റാ. അവനോട് ക്ഷമ ചോദിക്കടാ. വാടി വാടി, ക്ഷമ ചോദിക്കാം നമുക്ക്. കാല് പിടിക്കേ. ക്ഷമിക്ക് ക്ഷമിക്ക്. ഇനി ഞങ്ങളൊന്നും ചെയ്യില്ല. ക്ഷമിക്കണേ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങൾ എവിടേക്കെങ്കിലും പൊക്കോളാം. എന്താ നിങ്ങൾ രണ്ടുപേരും യോഗ ചെയ്തോണ്ടിരിക്കുകയാണോ? ചേട്ടാ,
ചേട്ടൻ എപ്പോഴാ വന്നേ? ഇത് വജ്രാസന മോളെ. മോനെ ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. മന്ത്രവും വേണ്ട തന്ത്രവും വേണ്ട. വാ പോവാ. പോവാം. താങ്ക്സ്.